ഉമ്മ ഉസ്മാന്റെ വീട്ടിൽ പോകാറുണ്ടാവുമല്ലോ. ഞാൻ അന്വേഷിച്ചതായി പറയണം. വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. നിർത്ത്. അടുത്തെങ്ങാനും നാട്ടിൽ വരണ കാര്യം ചെയ്തിട്ടുണ്ടോ? അത് കാണാനില്ല. കൊല്ല ഒന്നായല്ല എന്റെ പടച്ചോനെ. ബാക്കി വായിക്ക്. എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കി ഞാൻ വായിക്കുന്നില്ല ഉമ്മ. വായിക്കടോ. ഈ ബഷീർക്ക് എന്തിനമ്മ എല്ലാ കത്തിനും ഇങ്ങനെ എഴുതരുത്? എന്ത് വായിക്കണോ? വായിക്കേ. കത്ത് കൊണ്ടുവരുന്ന നമ്മുടെ പോസ്റ്റ്മാൻ MK സുരേന്ദ്രന് ഉമ്മ പതിവ് പോലെ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഇതാവുമ്മ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞെടുത്തോ മോളെ. മോളെ കത്തിന്റെ അടിഭാഗം ഒന്ന് വായിച്ചാട്ട്. ആരുടെ കഥ ഉമ്മ? എന്റെ മോൻ ബഷീറിന്റെ. വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു എന്ന് സ്വന്തം മകൻ ബഷീർ. അത്രേ ഉള്ളൂ ഉമ്മ. മോളിങ് വന്ന് പണം പുയ്യാൻ വെക്കടാ അവിടെ. ഏത് പണം? മോളെ ഈ ബെടുക്കൂസാൻ കത്തിൽ എഴുതാത്തെല്ലാം വായിച്ച് 25 രൂപ വെച്ച് പണം എത്ര പറ്റിച്ചു പോയെന്നറിയോ? എടാ അമുക്കേ, അനക്ക് പണം വേണമെങ്കിൽ ചോദിച്ചു വാങ്ങിക്കോടാ. അല്ലാണ്ട് ഏറ്റവും പാനെ അറിയാത്ത പെണ്ണുങ്ങളെ പറ്റിക്കല്ല വേണ്ടത്. നിക്കടാ അവിടെ. എടാ നിക്കാൻ. പോസ്റ്റ്മാൻ ആള് കൊള്ളാലോ. ദാരിദ്ര്യം കൊണ്ടാ മോളെ. ശമ്പളം കിട്ടണ എണ്ണിച്ചുട്ടപ്പം കൊണ്ട് വിറ്റോളൊക്കെ എങ്ങനെ കയ്യാനാ? ഞമ്മളിവിടെ ഒറ്റ തടിയല്ലേ. എന്നെ വേണോ 2000 രൂപ മാസത്തില്. ബഷീർ അയച്ചു തരണോണ്ട് ഞമ്മളൊന്നും അറിയണില്ല. ഉമ്മയുടെ മോന് ബോംബെയിൽ എന്താ ജോലി? ഓനവിടെ ഒരുപാട് പണിയുണ്ട് മോളെ. ചിലപ്പോ കുളിക്കാനും ഉറങ്ങാനും കൂടി ഓന് നേരം കിട്ടൂല. ഒരു ഇന്ത്യക്കാരനാ ഓന്റെ മുതലാളി. മൂപ്പർക്ക് 100 കൂട്ടം ബിസിനസ്സാ, കടപ്പുറത്തും കപ്പലിലും ഒക്കെ ആയിട്ട്. അയാൾക്കാണെങ്കി ബഷീർ സ്വന്തം മോനെ പോലെയാ. കടപ്പുറത്തും കപ്പലിലെന്ന് പറഞ്ഞ മർച്ചന്റ് നേവിയിലാണോ? അങ്ങനെ ഏതാണ്ടൊരു ഇംഗ്ലീഷാണ് കേട്ടാ. മഗ്ലിങ്ങ. പക്ഷെങ്കി അവിടുത്തെ പോലീസുകാരെ കൊണ്ടുപോകും പൊറുതി മുട്ടിയിരിക്ക. അവറ്റകളോനെ പണിയെടുക്കാൻ സമ്മതിക്കൂലേ മോളെ. വെറുതെ ഇട്ട് പായിപ്പിക്കുക, പിടിച്ചിടിക്കുക. ചിലപ്പോ 1-2 ആഴ്ച ഓനെ സ്റ്റേഷനിൽ നിന്ന് വിടൂല്ല. എന്നാൽ ഇന്ത്യക്കാരൻ എങ്ങനെയെങ്കിലും ഓനെ ഇറക്കിക്കൊണ്ട് വരും. അതാണ് സ്നേഹം. വീട് പണി കഴിഞ്ഞാ ഓനിങ് പോരും. എന്നിട്ടൊരു പെണ്ണും കെട്ടി ഇവിടെ തന്നെ കൂടും. പറഞ്ഞ പോലെ എന്റെ കിഷൻകുട്ടീനെ പറ്റി ഒരു വിവരം ഇല്ലല്ലോ മോളെ. വീട്ടുകാരോട് വഴക്ക് കൂടിയിട്ട് കെട്ടിയതാണെങ്കിലും കെട്ടിയോള് എന്നല്ലേ. അന്നെ ഇവിടെ ആക്കിയിട്ട് ഓൻ പോയിട്ട് ദിവസം എത്രയായി? കൊച്ചിയില് വലിയ തിരക്കായിരിക്കും ഉമ്മ. ഒരു കത്തും കാണാനില്ല. അനക്കുമില്ല ഒരു പുത്തൻ പെണ്ണിന്റെ മനം പടച്ചില്. എന്റെ നിക്കാതെ കഴിഞ്ഞ കാലത്ത് വീട്ടിലെ പെണ്ണുങ്ങൾ എന്നും മക്കാറാക്കും. പുയ്യാപ്ല ബഷീറിന്റെ ബാപ്പ ആറേന്ന് ഒരിക്കലും പുറത്തിറങ്ങൂലെന്ന്. എന്താ ഇറങ്ങാത്ത? ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. കിഷൻകുട്ടി ഇങ്ങ് വരട്ടെ. അന്റെ കൂടെ ഒരാഴ്ച നമ്മൾ ഓനെ പിടിച്ചിവിടെ കെട്ടിയിടും. കിഷൻകുട്ടി, കിഷൻകുട്ടി ഇവിടെ എങ്ങനെ വന്ന്? എങ്ങനെ ഇവിടെ വന്നു? കൃഷ്ണൻകുട്ടി അതാര്? നിങ്ങൾ ആളുകൾക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കും. അതിന് ആൾക്കാരെ എവിടെ? അനക്ക് കൊച്ചിയിലാണ് കച്ചവടം എന്ന് പറഞ്ഞിട്ട്? അതെ, കൊച്ചിയിലായിരുന്നു കച്ചവടം. ആ കച്ചവടം പൊളിഞ്ഞു പോയി. പിന്നെ ഇവിടെ തുടങ്ങി. നിങ്ങൾ പോയി 2 ചായ വാങ്ങിച്ചോളൂ. ഞമ്മക്ക് എന്റെ ചായ ഒന്നും വേണ്ട. എളയപ്പാന്റെ മോന്റെ നിക്കാഹായിരുന്നു. കാവത്തറ്റം കോഴി ബിരിയാണിയാ. കൊച്ചിയിൽ നിങ്ങൾക്ക് എന്തിന്റെ കച്ചവടം? കൊച്ചിയിൽ എനിക്ക് കപ്പലിന്റെ കച്ചവടം. ഞാൻ അങ്ങനെ പല കച്ചവടം ചെയ്യും. അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ? എനിക്കിപ്പോ ഉടനെ ഒരു ചായ കിട്ടണം. പറ്റുമോ? ഇവിടെ നല്ല കച്ചവട, നല്ല ലാഭം. കട ഇന്നലെ തുടങ്ങിയുള്ളൂ സഫിയാത്ത. എന്നിട്ട് ഇജ്ജന്റെ പെണ്ണിനോട് ഒരു വാക്ക് പറഞ്ഞ? ഇത്രയും ദിവസമായിട്ട് ആ ബൈക്കൊന്ന് വന്ന? അല്ല, ഞാൻ ഇതിന്റെ തിരക്കില്. എന്ത് തിരക്ക്? ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചോണ്ട് വന്നിട്ട്? ഞാൻ ഇന്നങ്ങോട്ട് വരാനിരുന്നതാ. അന്നെ വിശ്വസിച്ച് വീടും കൂടി വിട്ടു വന്ന ഒരു പെണ്ണല്ലേ ഓള്. രണ്ടുപേര് കത്തെഴുതാൻ കൂടി എനിക്ക് കഴിഞ്ഞില്ല അല്ലേ? ഞാൻ ഇന്ന് തന്നെ വരികയാണ് സഫിയാത്ത. നമ്മൾ ഇവിടെ നിന്നാ കാര്യം സംസാരിക്കണ്ട. ആളുകൾ വേറെ വല്ലതും ഒക്കെ ധരിക്കും. ഞാനിവിടെ പുതിയ ആളാണല്ലോ. ഓൾ അവിടെ അന്നെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അറിയാം. സഫിയത്ത് ഇങ്ങോട്ട് വന്നേ. ഓട്ടോ ശരിക്കും അടുത്ത ബസ്സിനെ എത്തിക്കോളാം. ഞമ്മള് പൊയ്ക്കോളാം. ഉടനെ വന്നില്ലെങ്കിൽ നമ്മൾ ഓളെയും കൂട്ടി ഇങ്ങോട്ട് വരും. ഞാൻ വരും. വിട്ടോ, ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158
അല്ല നിങ്ങൾക്ക് കൃഷ്ണൻകുട്ടി എന്നൊരു പേരുണ്ടോ? കൃഷ്ണൻകുട്ടി, നാരായണൻകുട്ടി, ഔക്കാദർ കുട്ടി, ഇബ്രാഹിം കുട്ടി ഒക്കെ എന്റെ പേരാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ഈ ചാടിക്കടിക്കുന്ന സ്വഭാവം മുമ്പില്ലല്ലോ. അത് കുറുപ്പേ, ആ സ്ത്രീ ഒരു ഭ്രാന്തിയാ. എൻ്റെ ഒരു കൂട്ടുകാരൻ ചേച്ചിയാ. രമേശൻ എന്നുള്ള പേര് എത്ര വട്ടം പറഞ്ഞാലും അവരെന്നെ കൃഷ്ണൻകുട്ടി എന്ന് വിളിക്കൂ. എന്ത് ചെയ്യും? പോയി ഒരു ചായ വാങ്ങിച്ചു. അപ്പൊ ഈ ചായ? ഓഹോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോ കുറുപ്പ് ഒരു ചായ കുടിച്ചോളൂ. കുറുപ്പ് എപ്പോ ചായ കുടിക്കുന്ന കുറുപ്പിനറിയാം. ഓ, ഇനി ഒച്ച വെച്ചോ, ബഹളം കൂട്ടിക്കോ. അവിടെ പാണ്ഡ്യാലയിൽ വെച്ചത് വേണ്ട. കൂലിക്കാരും കച്ചവടക്കാരും കേട്ടാ എന്ത് വിചാരിക്കും? നമ്മൾ തമ്മിൽ ഏതോ ഒരു പെണ്ണിന് വേണ്ടി പണക്കടിക്കുകയാണെന്ന് അല്ലേ? അങ്ങനല്ലേ വിചാരിക്കൂ? എന്നെ ചീത്ത വിളിക്കണോ നായരെ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? പറഞ്ഞല്ലോ എന്നെ ചീത്ത വിളിക്കാൻ. ഞാനത് കേൾക്കേണ്ടവനാ. കാരണം ഒരുത്തൻ ഒരു ഊരാക്കുടുക്കിപ്പെട്ടപ്പോ ഞാൻ അയാളെ സഹായിക്കാൻ പോയി. ഇക്കാലത്ത് ആരും ആരെയും സഹായിക്കാൻ പാടില്ല. സഹായിച്ചാൽ അവൻ ചീത്ത വിളി കേൾക്കണം, അടിയും കൊള്ളണം. സഫിയത്തെ കണ്ട ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഹസനക്കൊക്കെ അറിയോ, ജീവിതത്തിൽ ആദ്യമായിട്ട് മുരിങ്ങച്ചോട്ട് രമേശൻ നായർ നുണ പറഞ്ഞു. സഫിയത്തോടും കടയിലെ കുറിപ്പിനോടും ഒക്കെ ഒന്നല്ല, ഒരു 10 നുണ. എന്റെ നായരെ, ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ എന്നോട് ദേഷ്യം തോന്നരുത്. ഇന്നൊക്കൊരു കുഴപ്പമുണ്ട്. എന്തേ? തന്നെ താൻ പൊക്കി പറയുക, അത് കുറച്ച് കൂടുതലാ. കുറച്ചല്ല, വളരെ കൂടുതലാ. ആരാ ഈ മുരിങ്ങച്ചോട്ട് രമേശൻ നായർ? മൗലാന അബ്ദുൽ കലാം ആസാദോ? ഗാന്ധിജിയോ? ഒന്നുമല്ലല്ലോ. പച്ച മനുഷ്യന്മാര് കുറച്ചൊക്കെ നുണ പറയും, പറയേണ്ടി വരും. ആരും ദ്രോഹിക്കാനൊന്നും അല്ലല്ലോ. ഞാനും ആ കുട്ടിയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഹസനക്ക സഫിയാത്തോട് പറഞ്ഞതല്ലേ എല്ലാ കുഴപ്പത്തിനും കാരണമായത്? ഒരു വലിയ കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കുഴപ്പം ചെയ്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കുട്ടിയോട് വിളിച്ചോട്ട് പൊക്കോളി. അപ്പൊ പിന്നെ സഫിയാത്ത നിങ്ങളെ അന്വേഷിച്ച് വരില്ലല്ലോ. ഞാൻ എങ്ങോട്ട് വിളിച്ചോണ്ട് പോകാനാ? അതെനിക്കെങ്ങനെ അറിയാം? എന്റെ ഹസനക്ക, ആപത് ഘട്ടത്തിൽ സഹായിക്കുന്ന ആളാണ് ഒരു നല്ല സുഹൃത്ത്. അങ്ങനെ സഹായിച്ച ഒരു സുഹൃത്തിനെ മറ്റേ സുഹൃത്ത് ചീത്ത വിളിക്കാൻ പാടില്ല, മനസ്സിലായോ? പക്ഷേ എന്ത് പക്ഷേ? നേരെ നിങ്ങൾ സഫിയാത്തെ ചെന്ന് കാണ. ഇനി അന്വേഷിച്ച് കടയിലേക്ക് വരണ്ടെന്ന് പറയേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പെണ്ണിന് പണി ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. അതേ ഉള്ളൂ വഴി. എനിക്ക് തിരക്കുണ്ട്, പിന്നെ കാണാം. സഫിയത്ത, സഫിയത്ത, ഉമ്മ വീട് പണി നടക്കുന്ന സ്ഥലത്താ. അതെവിടെയാ ആ സ്ഥലം? ഗേറ്റ് കിടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 1/2 കിലോമീറ്റർ നടക്കണം. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ സഫിയത്തെ കാണുന്നില്ല. ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവനെ എനിക്ക് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. എനിക്കൊരു വീടുണ്ട്, കുടുംബമുണ്ട്. ചെലവിനുള്ളത് ഹസനക്ക കൊണ്ട് തരും. എന്നെ അന്വേഷിച്ച ഒരാളും ഇനി നാട്ടിലേക്ക് വരരുത്. എളാപ്പടമുള്ള കല്യാണത്തിനോ മൂത്താപ്പടമുള്ള ചാവടിയന്തരത്തിനോ എന്തിനായാലും ശരി, അതുവഴി പോകുമ്പോ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചോണ്ട് ആ സ്ത്രീ എന്റെ കടയിൽ വരാൻ പാടില്ല. കുട്ടിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ ജോലിക്കാരും വല്ലതും? ജോലി വേണമെങ്കിൽ പുറത്തിറങ്ങി കിടന്ന് അന്വേഷിക്കണം. ഇങ്ങനെ വീട്ടുകാവിൽ നിന്ന് ജോലി ആരെങ്കിലും കൂടെ ഉരുട്ടി വായിൽ വെച്ച് തരുമോ? എനിക്ക് അവിടെ 100 കൂട്ടം കാര്യങ്ങളാ. പോവുക, ഇനി ഞാൻ ഇങ്ങോട്ട് വന്നു വരില്ല. ഞാൻ അന്നേ മരിച്ചോളാന്ന് പറഞ്ഞതാണല്ലോ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു ബുദ്ധിമുട്ടും സഹിക്കണ്ട. എന്തായാലും ഈ ജീവനം കൊടുക്കുന്നതാ നല്ലത്. എന്താ കുട്ടി ഇത്? പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മരണം മാത്രമുള്ളൂ വഴി? ഇനി അതേ ഉള്ളൂ എനിക്ക് വഴി. അല്ല, ജീവിച്ചു പൊരുതണം. ജീവിതം തരാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന കവിവാക്യം എപ്പോഴും ഓർക്കുക. കവിത എഴുതുന്നത്ര എളുപ്പമല്ല ജീവിക്കാൻ. എളുപ്പമാണ്. ഒരു പേനയും ഒരു തുണ്ട് പേപ്പറും ഉണ്ടെങ്കിൽ കവിത എഴുതാം. ജീവിക്കണമെങ്കിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം. ഒരു ജോലി ശരിയാക്കി തരാൻ എനിക്ക് ആരുമില്ലല്ലോ. അയ്യോ, ജോലി ശരിയാവും, നമുക്ക് ശരിയാക്കാം. കുട്ടി ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനോ കരയാനോ ആത്മഹത്യ ചെയ്യാനും തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊന്ന് അന്വേഷിക്കട്ടെ, സംയമനം പാലിക്കുക. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. സഫിയാത്തെ കുട്ടി തടുത്തോളാം കേട്ടോ. കിഷൻകുട്ടി, സഫിയാത്തേക്ക് സന്തോഷായി മോനെ. ഇജ്ജ് വന്നല്ല മോളെ. കിഷൻകുട്ടിക്ക് ചായയൊക്കെ കാച്ചി കൊടുത്ത കെട്ടിയോ വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചില്ലാത്ത എന്താ മോളെ? കിഷൻകുട്ടി എന്നെ വയക്കുമല്ലോ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല സഫിയാത്ത. ചിലപ്പോ ഞാൻ ഉടനെ പോകുന്നതിന്റെ വിഷമം എങ്ങനെ കൊണ്ട് ഞാൻ ഉടനെ പോകുന്നതിന്റെ. കിഷൻകുട്ടി, മൊത്തത്തിലുള്ളാണ്ട് ഈ പോക്ക് തീരെ ശരിയല്ലേട്ടാ. ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ. നിക്കാ കഴിഞ്ഞോ കൊടുക്കാനോ പുതയ്ക്കാനോ എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ട? ചെല്ലു മോളെ, ഇജ്ജ് പോയെന്ന് കുളിച്ചാളാ. എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയെ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരും. ചെല്ലേന്ന്. എനിക്ക് ഉടനെ പോണം സഫിയാത്ത. മിണ്ടി പോരുത് വരാലേ.
എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താണ് എന്റെ വിചാരം? ഓക്കും ഉണ്ടാവില്ലേ മോനെ കെട്ടിയവന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാശ. മാറി കൊടുക്കാൻ നല്ലൊരു അടിപ്പാവടയും കൂടി ഇല്ല പാവത്തിന്. ഇജ്ജ് കൂട്ടിക്കൊണ്ട് പോയി 5-6 സാരിയും കുപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കേ. എങ്കിൽ ഞാൻ ഉടനെ പോയി വാങ്ങിച്ചോണ്ടിരാൻ സഫേദ. നിക്കടോ അവിടെ, ഇരിക്കടോ. ആ കസരമായിട്ടിരിക്കാൻ. ഓളിപ്പൊ കുളിച്ചിട്ട് വരും. രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി മേടിച്ചാ മതി കേട്ടാ. അദ്രിമാൻകുട്ടി എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ. ബസീറിന്റെ ബാപ്പ മൂപ്പരെ വരച്ച വരെ നിർത്തിയോളാ ഈ സഫിയാത്ത. അസനോട് ചോദിച്ചാ മതി. അന്റെ വേഷം കിട്ടുന്നു ഞമ്മടെ അടുത്ത് വേണ്ടട്ടാ. ആ എന്താ വേണ്ട സാർ? എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറിനുള്ളതും ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത്? അതെന്റെ ഭാര്യയൊന്നുമല്ല, വേറെ ആരുടെ ഭാര്യ. സോറി സാർ. ദേ ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെടുത്തോളൂ. ഇതാര്? രമേശൻ സാറോ? സാർ ഇവിടുന്നാണോ ഡ്രസ് എടുക്കാറ്? അല്ല, ഞാനിവിടെ തനിച്ച് വെറുതെ ഒന്ന് കയറിയത്. വെറുതെ ആരെങ്കിലും തുണിക്കടയിൽ കയറുവോ സാറേ? അല്ല, വെറുതെ അല്ല. ലേഖയ്ക്ക് ഒരു സാരി വാങ്ങണം, പട്ട് സാരി. ടീച്ചർ എന്താ ഇവിടെ? ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ ചെറിയ ഷോപ്പിംഗ് നടത്തി കളയാന്ന് കരുതി. പട്ടുസാരി വാങ്ങണമെങ്കിൽ ലേഖ ടീച്ചറേയും കൂട്ടാമായിരുന്നില്ലേ? അത് ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം അവൾക്ക് ഇഷ്ടാ. ഇതെങ്ങനെയാണ് ടീച്ചറെ? അതിനിത് പട്ടല്ലല്ലോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മിസ്റ്റർ? സോറി. ഈ ചുരിദാറൊക്കെ എവിടെ? ദാ അവിടെ ആ റെഡിമെയ്ഡ് സെക്ഷനിലെ. എക്സ്ക്യൂസ് മീ. ഞാൻ തനിച്ചേ ഉള്ളൂ, എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല. അല്ലേലും തുണിക്കടയില് നമ്മൾ തനിച്ചേ വരാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറെ. ടീച്ചർക്ക് കുടിക്കാൻ കാപ്പിയോ ചായോ? ഇതതിന് ഹോട്ടലല്ലല്ലോ. ഓ, പറഞ്ഞ പോലെ ഹോട്ടലല്ലല്ലോ അല്ലേ? എങ്കിൽ നമുക്കിറങ്ങാം. അപ്പൊ സാരി? ഓ, തിരക്കിനിടയിൽ അത് ഞാൻ മറന്നു. എനിക്ക് ടീച്ചർ ഇറങ്ങിക്കോളൂ. എന്താ ഒരു പരിഭ്രമം പോലെ? എന്ത് പരിഭ്രമം? ഒരു പരിഭ്രമവും ഇല്ല. എന്തിനാ പരിഭ്രമം വയ്ക്കുന്നത്? ശരി, ഞാൻ നടക്കട്ടെ. ഓ, ദാ ബില്ല്. 4200 രൂപയോ? സാരിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടി- ആഹാ, നിങ്ങൾ സിനിമയ്ക്കൊന്നും പോയില്ലേ മക്കളെ? 5 വർഷത്തേക്കുള്ള തുണി വാങ്ങിയിട്ടുണ്ട് സഫിയത്ത. അരി എത്ര മാപ്പിളയും ചോദിക്കുമ്പോ പയറഞ്ഞാഴി എന്നാണോടോ പറയാ? സിനിമേന്റെ കാര്യം എന്നോട് ചോദിച്ചത്. സിനിമ കാണാൻ എന്റെ ബസ് വിട്ടു പോകും. എവിടത്തേക്കുള്ള ബസ്? അല്ല, എന്നിട്ട് കട പൂട്ടണേ. ഇന്ന് ആ കട തുറന്ന് അങ്ങനെ കിടക്കുള്ളൂ. ഡോ കിഷൻകുട്ടി, മനസ്സിനായ കുറച്ച് മനസാക്ഷി വേണം. ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടും പോകൂല. അയ്യോ സഫിയാത്ത, എനിക്ക് പോയേ പറ്റൂ. എവിടെയാണ് എനിക്ക് പോകേണ്ടത്? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ ഉള്ളപ്പോ ഇജ്ജ് വേറെ എവിടേക്കാ പോണെന്ന്? 2 കോയിനെ ആർത്തക്കണത്. നെയ്ച്ചോറുണ്ട്, അരിപ്പത്തിരി ഉണ്ട്. വയറ് നിറച്ച് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളി. സഫിയാത്ത, അത് ഏത്? എനിക്ക് മാറാൻ തുണിയൊന്നുമില്ല. ആ. വീട്ടിൽ പോയി അത് എടുത്തോണ്ട് വന്നിട്ട് നാളെ ഇവിടെ കൂടാം. എന്റെ മോനെങ്ങനെ നാളെ കൂടണ്ട കേട്ടാ, ഇന്ന് കൂടിയാ മതി. കിഷൻകുട്ടി, എന്റെ ബസീറിന്റെ ലുങ്കിയും കുപ്പായ എമ്പാടുണ്ട് ഇവിടെ. ഏതാ വേണ്ടച്ച എടുത്തു കൊടുത്തോളി. ഇങ്ങോട്ട് വന്നാട്ട്. ദാ ഇതുണ്ട, എന്റെ മോൻ ബസീറിന്റെ മുറിയാ. വേറൊരാളെ ഞമ്മളിതിനകത്ത് കേട്ടിട്ടില്ല. അനക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ മുറി ഒരുക്കിയത്. മനസ്സിലായ പോത്തെ എനക്ക്. വെക്കം കൈ അയ്യിട്ട് വാ, ഞമ്മള് നെയ്ച്ചോറ് വിളമ്പിയേക്കാം. മോളെ ജാനു, നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു കൊടുക്കാൻ നിക്കാകും കഴിച്ചു. അതുകൊണ്ടായില്ല. ആണുങ്ങളെ വശീകരിച്ച് നിർത്താൻ പെണ്ണുങ്ങൾക്ക് വേണം ഒരു മിടുക്ക്. അനക്കതില്ല. അത് ഉമ്മ എന്തുണ്ടാവും പോണം പോണെന്ന് പറയണത്? ഇച്ചു കൊള്ളാഞ്ഞിട്ട്. അനക്കറിയോ ബസീറിന്റെ ബാപ്പ വറ്റുകൈ കൊണ്ട് കോയിനെ തളിച്ച മാതിരിയാ. ഞമ്മടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. ആരുടെ മിടുക്കാ? ഞമ്മടെ മിടുക്ക്. ആ, മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, കുളിക്കാൻ എണ്ണയും കോയമ്പും തേപ്പിച്ചു കൊടുക്കല്, പിന്നെ പല കഥകളും പറഞ്ഞു കൊടുക്കല്, പാട്ടുകൾ പാടിക്കൊടുക്കല്. ആശിച്ച പൂമണിമാരന്റെ മാറിൽ ചായാൻ കൽബില് ഹാജത്ത്, ആദ്യ സമാഗമരാവിൽ നൽകാൻ ഉണ്ടന്റെ മേനിയിൽ ദൗലത്ത്. എന്റെ റബ്ബേ, ഈ പാട്ട് മൂപ്പർക്ക് വലിയ ഇഷ്ടായിരുന്നു. ഇത് പാടി കഴിയുമ്പോ നമ്മളെങ്ങനെ
കിട്ടി ഒരു പിടുത്ത. പെണ്ണുങ്ങൾ അങ്ങനെയാ വേണ്ടത്. അനക്ക് തിരിഞ്ഞ അടിച്ചിട്ട് കണ്ടുപൊട്ടിക്ക സുബറെ. ഓനെന്താ എനിക്ക് പൊക്കളഞ്ഞേ? അന്നോടല്ലേ ഇവിടെ കുസ ഞാൻ ചോദിക്കണത്. ഓൻ എന്തുകൊണ്ട് പോയി? അത് മുണ്ടരുത്. പുതുക്കക്കാരനായതുകൊണ്ട് ഓന് കുറച്ച് താണുണ്ടാവും. ജല്ലേ അത് മാറ്റേണ്ടത്? ചെല്ലടി, ചെന്ന് ഓനെ സ്നേഹിക്കടി. റബ്ബേ, സ്നേഹിച്ച് ഓനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ. രമേശ, മുന്നേ രമേശ, നീ ഇത് എപ്പോ വന്നു? എന്താ ഞങ്ങൾ വിളിക്കായിരുന്നു? ഒരുപാട് വൈകിപ്പോയമേ. ചരക്കെടുക്കാൻ പോയിട്ട് ജീപ്പ് കേടായി. പിന്നെ അത് അവിടെ നന്നാക്കി. ഇല്ല, നന്നാക്കില്ല, അവിടെ ഇട്ടു. ആകെത്തിന് ലോറി കിട്ടി. അതിൽ കയറി ഇവിടെ എത്തിയപ്പം മണി 4. പിന്നെ വിളിച്ച് വെറുതെ നിങ്ങൾ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ച് ലേഖണമെന്നില്ലേ? ഉണരാൻ അവൾ ഉറങ്ങിയിട്ട് വേണ്ടേ? പാതിരാ കഴിഞ്ഞിട്ടും അവൾ ഗേറ്റിൽ തന്നെ നോയിക്കൊണ്ടിരിക്കുക, നീ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന്.